എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. എവരിഡേ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ഒരു ശബ്ദം, അനുഗ്രഹത്തിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 15:5, അത് ഇംഗ്ലീഷ് ബൈബിളിനകത്തുനിന്ന് ഒന്ന് വായിക്കാം. John chapter 15 verses 5. I am the vine, you are the branches. He who abides in me and I in him, he bears much fruit. From apart from me you cannot do nothing. മലയാളം ബൈബിളിനകത്തുനിന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:5. എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ വിഷയം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. Those who depend on the Holy Spirit are victorious. പരിശുദ്ധാത്മാവിൽ ശരിക്കും പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവര് വിക്ടോറിയസ് ആയിരിക്കും. കാരണം പരിശുദ്ധാത്മാവിന് അറിയാം അടുത്ത നിമിഷം എന്നാ ചെയ്യണം, എങ്ങോട്ട് നീങ്ങണം, ഏതാ നിന്റെ സമയം. അനുഗ്രഹിക്കപ്പെടുന്ന വഴികളും വാതിലുകളും പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് നടന്നാൽ, ആമേൻ സ്തോത്രം, അവനിൽ വസിച്ചാൽ, ഞാൻ അവനിലും അവൻ എന്നിലും വസിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജീവിതം സക്സസ് ആകും. നിത്യജീവൻ അവൻ നമുക്ക് തരും. നിത്യജീവനിൽ അവൻ നടത്തും എന്ന് പറഞ്ഞാൽ അവൻ ആത്മീയത്തിലും ഭൗതികത്തിലും അനുഗ്രഹിച്ച് നടത്തും. ആമേൻ. നമ്മുടെ അടുത്ത ജീവിതത്തിലും അവൻ നമ്മളെ ആമേൻ അനുഗ്രഹത്തോടെ തീർക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് ചെയ്യുക, റിലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, അവനിൽ വസിക്കാതെ ഒരിക്കലും, തിരുവചനം അങ്ങനെ പറയുന്നത്, ഇഫ് യു കനോട്ട് ലിവ് ഇൻ ഹിം ആൻഡ് ഇഫ് ഹി ലിവ്സ് ഇൻ ഹിം, നമ്മൾ അവനിലും അവൻ എന്നിലും വസിക്കാതെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകത്തില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ഓരോ രീതികളും പരിശുദ്ധാത്മാവ് നയിക്കുന്നവരായി മാറണം. പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ, ദൈവം സംസാരിക്കുന്നത് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് മനസ്സിലാക്കുവാൻ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സക്സസ് ആയി തീരും. ഇന്നിനെ കേൾക്കുന്ന, ഇന്നിനെ ആമേൻ മനസ്സിലാക്കുന്ന, ഇന്നിനെ അറിയുന്ന ആമേൻ എൻ്റെ ഒരു കൂട്ടം വ്യൂസിനോട് ഇന്ന് പരിശുദ്ധാത്മാവിൽ സംസാരിക്കട്ടെ. അവന്റെ വഴിയെ തിരിച്ചറിയുമെങ്കിൽ, അവന്റെ ഹൃദയത്തെ തിരിച്ചറിയുമെങ്കിൽ ഇന്ന് ഒരു വ്യത്യസ്ത ജീവിതം ദൈവം നയിക്കാൻ തരും. ആ ജീവിതമാണ് സോയെ ലൈഫ്, അഥവാ ആമേൻ സ്തോത്രം, ജീവൻ, കർത്താവിന്റെ ജീവൻ, ലൈഫ്. ആ ലൈഫ് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, when you get the soye life, the life that is inside a soye life, that is the life of Christ, you will depend upon the Holy Spirit. ആ നിത്യജീവൻ അകത്ത് വന്നു കഴിഞ്ഞാൽ, സോയെ ലൈഫ് അകത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പരിശുദ്ധാത്മാവിനെ ആമേൻ ഡിപ്പെൻഡ് ചെയ്യും, റിലേ ചെയ്യും, അല്ലെ ആശ്രയിക്കും. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തോൽക്കപ്പെടത്തില്ല. അവൻ വിജയത്തിലേക്ക് നടക്കും. ഹല്ലേലൂയ. വിജയത്തിൽ നടക്കണമെങ്കിൽ പല കടമ്പകൾ കടക്കണം. If you want to walk in victorious in your life, you have to go through different types of lives in your life, different ways in your life. Hallelujah. That one way is through the weapon where God gives in your life. നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആയുധങ്ങൾ ഡിഫറൻ്റാ. ലോകത്ത് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ പോലല്ല സ്വർഗീയ ആയുധങ്ങൾ ദൈവം തരുന്നത്. ഒന്നാമത്തെ സ്വർഗീയ ആയുധം, the first weapon that God gives to win in your life
Hallelujah. Is the humility. When you depend upon the Holy Spirit, you will go through humility. You will be a person, everywhere you will be silent, and you will listen the Holy Spirit, that the Holy Spirit lead you. Hallelujah. നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ വളരെ താഴ്മയോടെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. ഒരു വഴക്ക് വന്നാൽ നിന്നെ തകർക്കുവാൻ പല ആളുകൾ, വ്യക്തികൾ നോക്കിയാൽ പോലും അവിടെ നീ സൈലന്റ് ആയിരിക്കും. യു വിൽ ബി സൈലന്റ് ഇൻ ദാറ്റ് പൊസിഷൻ. അവിടെ സൈലന്റ് ആണെങ്കിൽ അവിടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. വ്യക്തികളിൽ കൂടെ ഗൈഡ് ചെയ്യും, പ്രൊഫറ്റിക് വേർഡിൽ കൂടെ ഗൈഡ് ചെയ്യും, വചനത്താൽ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. ഹല്ലേലൂയ. പല രീതികളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങും. ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയെ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. Those who are led by the Holy Spirit, they are called the sons of God, the children of God. Hallelujah. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും താണു വീണ് പോകത്തില്ല, ഒരിക്കലും രോഗിയായി പോകത്തില്ല, ഒരിക്കലും തോൽക്കത്തില്ല അവന്റെ ജീവിതത്തിൽ. കാരണം എന്നാണെന്നറിയാവോ, അവന്റെ അകത്തിട്ടിരിക്കുന്ന ജീവൻ ഒരു സോയെ ലൈഫ് ആയിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സോയെ ലൈഫ്, നിത്യജീവന്റെ ബലം അകത്ത് വർദ്ധിക്കാൻ തുടങ്ങും. ഇന്ന് ഞാൻ സ്തോത്രം നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് upon the Holy Spirit, that the Holy Spirit will lead you in the victorious life. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നടന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഒരു സക്സസ് ആയി, അനുഗ്രഹമായി നടത്തും. God bless you with this word of God. ദൈവം ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.